ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്കിൻ കെയറിൻ്റെ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത കുറച്ച് പ്രോഡക്ട്സും അതുപോലെ മുന്നേ വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും എല്ലാം കൂടിയിട്ടുള്ളൊരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഒരു മോയ്സ്ചറൈസറാണ് ആദ്യം വാങ്ങിയത് കേട്ടോ. ഇത് നിവിയയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസറാണ്. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. നിവിയേൻ്റെ ഒരു ജെൽ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, ഒരു ബ്ലൂ കളർ, അത് ഞാൻ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മുന്നേ എൻ്റെ ജോലിക്കൊക്കെ പോയിരുന്ന സമയത്ത് എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ജെൽ ടൈപ്പ് സംഭവങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം പുറത്തൊന്നും പോകാണ്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഏത് മോയ്സ്ചറൈസർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കൂടുതലും ഡ്രൈ സ്കിന്നുള്ളവർ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് സ്കിൻ കെയറിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ നൈറ്റ് സ്കിൻ കെയറിലൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് നമ്മുടെ ഫേസിന് മാത്രമല്ല ബോഡിക്കും കൂടിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ എന്തായാലും ഇത് വാങ്ങി നോക്കിയതാണ്. ഇത് 200 ml ഒരു ബോട്ടിലാട്ടോ. അത്യാവശ്യം കുറേ കാലത്തേക്ക് ഉപയോഗിക്കാനായിട്ടുണ്ടാവും. ഒരു മാറ്റം വേണ്ടേന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായിട്ട് ഞാൻ ഫോക്സ്ടെയിൽ മോയ്സ്ചറൈസറാണ് ഒരു കൊല്ലത്തിന് മേലായിട്ട് അതിന് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മാറി നോക്കാം എന്ന് കരുതിയിട്ടാണ് വാങ്ങിയത്. വാങ്ങി ഞാൻ തുറന്നു നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അതെ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. മിക്കവാറും രാത്രി തന്നെയായിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറഞ്ഞില്ല. നൈറ്റ് സ്കിൻ കെയറിലായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക. എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാം. ഇനിയൊരു മോർണിംഗ് സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള വാങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഉണ്ട് കേട്ടോ. നമ്മുടെ മാമ എർത്തിൻ്റെ ഏതാണ് റൈസ്ബെറി ബ്രൈറ്റ് മോയ്സ്ചറൈസർ. ഇതും ഞാൻ പൊളിച്ച് നോക്കിയിട്ടില്ല, എങ്ങനെയുണ്ട് നോക്കിയിട്ടില്ല. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ എന്താ പറയുക, പകൽ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞൊരു ബോട്ടിലാണ് വാങ്ങിയത്. എനിക്കിത് ഇഷ്ടപ്പെടുമോ ഇല്ലേന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാമ എർത്തിൻ്റെ ജെൽ മോയ്സ്ചറൈസർ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ തന്നെ എന്താ പറയുക, ഈ ഒരു സംഭവത്തിൻ്റെ തന്നെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ട്, ഈ റൈസിൻ്റെ. അതെനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് ഉപയോഗിച്ചിട്ട് വലുത് മേടിക്കാം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ന് കരുതിയിട്ടാണ് 50 ml കുട്ടി പാക്ക് വാങ്ങിയത് കേട്ടോ. ഇതിന് 200 ചോളയാണ് റേറ്റ് നിൽക്കണേ. ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെയും റിവ്യൂ തരാം കേട്ടോ. നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഈ വാസലിൻ്റെ ബോഡി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. ഒരു 3-4 കൊല്ലം മുന്നേറ്റാ തോന്നുന്നുണ്ട് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 190 ഒക്കെയാണ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇത് 200 ml പാക്കാണ്. അത്യാവശ്യം നല്ലതാണ്, ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ലതാണ്. അപ്പം എൻ്റെ ബോഡി വെച്ചാൽ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പം അതുകൊണ്ട് ആണ് ഞാനിത് വാങ്ങിയത് കേട്ടോ. പിന്നെന്താണ്, ഇത് ഒട്ടണ പോലെയല്ല, അത്യാവശ്യം നല്ലതാണ്. ഞാൻ മുന്നേ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ടാണ് ഒന്നുകൂടെ വാങ്ങിയത്. അപ്പം അതാണ് അടുത്തത്. പിന്നെ ഞാൻ തീരെ ഉപയോഗിക്കാത്ത ഒരു സാധനം കേട്ടോ മേടിച്ചത്. ലാക്മേയുടെ ഈ ഒരു CC ക്രീം. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിക്കാറുണ്ടെങ്കിലും എപ്പോഴും അല്ല, ഈ BB ക്രീം, CC ക്രീം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ പണ്ട് എപ്പോഴോ 1-2 വട്ടം ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഫാനല്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഒന്ന് വാങ്ങി നോക്കാം. നമ്മൾ ഒന്ന് എന്താ പറയുക, ഒരു ചേഞ്ചിന് വേണ്ടി ഫൗണ്ടേഷന് ഇടാൻ. എനിക്കിപ്പം ഫൗണ്ടേഷൻ വലിയ ഇഷ്ടമില്ല. എന്നാൽ എവിടേക്കെങ്കിലും പോകുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും അല്ല 4 ആൾ കൂടണോടത്ത് നമുക്ക് ഫൗണ്ടേഷനൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് മാറി നോക്കാൻ ഇത് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് മേടിച്ചത്. ലാക്മേ 925 സ്കിൻ സ്റ്റൈലിസ്റ്റ് കളക്ഷൻ CC ക്രീം. കുഞ്ഞിതാണ് കേട്ടോ. ഇതിൻ്റെ വലിയ ബോട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ സംഭവമാണ് മേടിച്ചത്. എനിക്കതിനെപ്പറ്റി വല്ലാണ്ട് പറയാൻ അറിയില്ല, കാരണം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പം അതാണ്. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മാർസിൻ്റെ ഈ ഒരു മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ് കേട്ടോ. ഇത് 30 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ്, വൈപ്പാണ്. എന്താ പറയുക, മുന്നേയൊക്കെ സ്ഥിരം ഏതെങ്കിലുമൊക്കെ ബ്രാൻഡിന്, കൂടുതൽ ഹിമാലയയുടെ തോന്നണോ, എപ്പോഴും ഞാൻ ഈ സംഭവം കയ്യിൽ വെക്കാറുണ്ട്. കൺമഷിയൊക്കെ കണ്ണൊക്കെ നന്നായിട്ട് എഴുതുമ്പോൾ മസ്കാര, അപ്പോൾ അതേ മസ്കാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ തീരെ ഉപയോഗിക്കാത്തൊരു സാധനമാണ്, വളരെ റെയറായിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പം മസ്കാരയൊക്കെ പോകാനായിട്ടാണ് കൂടുതൽ മേക്കപ്പ് റിമൂവർ വൈപ്സ് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യ ഘട്ടങ്ങളിൽ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൺമഷിയോ മസ്കാരയോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് വാങ്ങിയിട്ടുണ്ട്.
പിന്നെ ഒരു സംഭവം മേടിച്ചിട്ടുള്ളത് നമ്മുടെ ഐബ്രോ സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ കഴിയുമ്പോൾ പുതിയത് മേടിക്കും. മിക്കവാറും ഒരു മാസമൊക്കെയാണ് ഇത് നിൽക്കുള്ളൂ. കാരണം അത് അത്രയും ചെറുതാണ് ഐബ്രോ പെൻസിൽ മാൾസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തീരും. ഒരെണ്ണം ഒരു മാസമൊക്കെ നിൽക്കും. അപ്പം ഞാനിതിങ്ങനെ കഴിയുമ്പം പുതിയത് വാങ്ങിക്കട്ടെ. അപ്പം ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തീരാനായി. അപ്പം ഞാൻ അതുകൊണ്ട് ഇതൊന്നുകൂടെ വാങ്ങിയിട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ മുന്നേ ഞാൻ എന്താ പൗഡർ ജെല്ല് ഒക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മേടിച്ചു കേട്ടോ. 200 സംതിങ് എന്തോ ആണ് റേറ്റ് വന്നത്, 250 അത്രയാണ് റേറ്റ് ഉള്ളത് കേട്ടോ ഇതിന്. പിന്നെ അടുത്തത് ഒരു സാധനം വെച്ചാൽ ഒരു ഹെർബൽ വാക്സ് പൗഡർ വാങ്ങിയിട്ടോ. കൈമ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം വാങ്ങി കേട്ടോ. ഇത് വി ലവ് യു എന്ന് പറഞ്ഞിട്ട് അതാണ് ബ്രാൻഡ്. ഞാനിങ്ങനെ വാക്സ് പൗഡർ നോക്കിയപ്പം അത്യാവശ്യം റിവ്യൂ ഉള്ള ഒരു ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിയതാട്ടോ. മുന്നേ ഉപയോഗിച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടാവും എന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് വാങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതിൻ്റെ എല്ലാതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ മേക്കപ്പ് ഒരുപാട് ഉപയോഗിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കിൻ കെയറിന് ഒരുപാട് സമയം കളഞ്ഞിരുന്ന സമയത്ത് ഞാനതിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് പറയാൻ ഭയങ്കര മിടുക്കിയായിരുന്നു. പക്ഷേ ഇപ്പം അത്രയ്ക്ക് അറിവുകൾ എനിക്കില്ലാതെ എനിക്കത് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് പൊട്ടത്തരായിട്ടോ അല്ലോ ഹിം എന്തെങ്കിലുമൊക്കെ പറയണം നിങ്ങൾക്ക് തോന്നിച്ചാൽ ക്ഷമിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആംഗ്യങ്ങൾ കൂടുതലായി ക്ഷമിക്കുക. ടാറ്റാ.